താൻ ഈ ഫയൽ ഡ്രൈവറെ ഏൽപ്പിക്കണം. രാജുവിന്റെ വീട്ടിലെത്തിക്കാൻ ഡ്രൈവറോട് പറയണം. ചേട്ടൻ രാജുവിന്റെ ഫോണിൽ ട്രൈ ചെയ്തിരുന്നു, ഫോൺ ഓഫായിരുന്നു രാജുവിനോട് പറയാൻ പറയണം. ശരി സാർ. രാജുവിനെ എത്രയും പെട്ടെന്ന് ഇവിടെ നടക്കുന്നതൊക്കെ അറിയിക്കണം അപ്പു. ഞാൻ രാജുവിന്റെ വീട്ടിലേക്ക് പോവാ. അയ്യോ ചേച്ചി, ഈ രാത്രിയിലോ? നീ പേടിക്കണ്ട, ഞാൻ ഉടനെ വരാം. എന്തൊരു വയറുവേദന! ആ മഷ്റൂം കറിയിലെ എരിവെല്ലാം കഴിച്ചിട്ട് കുടലിലെ തൊലിയെല്ലാം കരിഞ്ഞു പോയെന്നാ തോന്നുന്നു. ായിരുന്നു അത്, അതോ എന്റെ തോന്നലോ? വരുന്നു. എല്ലാവരുടെയും കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണമെന്നുള്ള വിചാരം നിങ്ങളുടെ മുഖം പണ്ടേ ഇല്ലല്ലോ. അവള് വിശക്കുമ്പോ വന്ന് കഴിച്ചോളും. നിങ്ങൾ കഴിക്കും മനുഷ്യ. നീ എന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല. നിങ്ങൾ അവന്റെ മെക്കെട്ട് കേറണ്ട, മിണ്ടാതിരുന്ന് ആഹാരം കഴിക്കാൻ നോക്ക്. ഓ, ആ ചപ്പാത്തി എടുക്കട. നീ എടുക്ക്. കറണ്ടും പോയല്ലോ. രുക്മിണി, നീ ആ എമർജൻസി ലാബ് കത്തിച്ചേ. കഷ്ടം തന്നെ, കറണ്ട് പോകാൻ കണ്ട സമയം. അവിടോട്ട് പോയി. നീ അപ്പുറത്തെ വീട്ടില് കറണ്ട് ഉണ്ടോ നോക്കുമോനെ. എന്താടാ? അച്ഛാ, എല്ലാ വീട്ടിലും കറണ്ട് ഉണ്ട്, നമുക്ക് മാത്രം കറണ്ട് ഇല്ലാത്ത. ആ, നീ ഒരു കാര്യം ചെയ്, ആ മെയിൻ സ്വിച്ചിന്റെ അടുത്ത് പോയി നോക്ക്. ഫീസ് വല്ലതും പോയതായിരിക്കും. ഫ്യൂസ് പോയതല്ല, ഞാൻ ഊരിയതാ. രമ്യ എന്ത് പണി രാത്രി കാണിക്കുന്നേ? പറയാം. നീ ഇപ്പൊ പുറത്തേക്ക് നോക്കിട്ട് പറഞ്ഞില്ലേ നമ്മുടെ വീടൊഴികെ എല്ലാ വീടുകളിലും കറണ്ട് ഉണ്ടെന്ന്. നീ ഒന്നുകൂടി ചെന്ന് നോക്കിക്കേ, എല്ലാ വീട്ടിലും കറണ്ട് ഉണ്ടോന്ന്. വിശന്നിട്ടും മനുഷ്യന്റെ കൊടല് കരിയുമ്പോഴാ രമ്യയുടെ ഒരു തമാശ. വിശന്ന് നിന്റെ കൊടല് കരിഞ്ഞ് കത്തട്ടെ. രാജുവിന്റെ വീട്ടില് കറണ്ട് വരാതെ ഇവിടെ ഒരാളും പച്ചവെള്ളം കുടിക്കാന്ന് കരുതണ്ട. അല്ല, അതിന് രാജുവിന്റെ വീട്ടിലെ കറണ്ടിന് എന്ത് പറ്റി? ആ, അതച്ഛൻ അമ്മയോട് ചോദിക്കും. രുക്കു, നീ പിന്നെ ഫീസ് ഊരിയോ? ഊരി. കേട്ടല്ലോ, രമ്യ പറയുന്നേ. ആ വീട്ടില് കറണ്ട് വരാതെ ഈ വീട്ടിലും കറണ്ട് വരാൻ പോണില്ല. ആരും ഇവിടെ പച്ചവെള്ളം പോലും കുടിക്കാനും പോണില്ല. രാജു, രാജു,
വർമ്മ സാർ എന്നോട് പറഞ്ഞിരുന്നു. ഫയൽ കിട്ടിയെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ശരി. രാജു, ഋതിക മാഡം, മാഡം എന്താ ഇവിടെ? അത് ഈ രാത്രിയില്? ഞാൻ രാജുവിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നത്. ഞാൻ രാജുവിനെ ഒരുപാട് തവണ ഫോണിൽ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതാ ഞാൻ നേരിട്ട് വന്നത്. എന്റെ ഫോണില് ചാർജ് തീർന്നു പോയതായിരുന്നു. ഫോൺ വീട്ടിൽ വന്നിട്ട് ചാർജ് ചെയ്യാമെന്നാണ് ഞാൻ കരുതിയത്. ഇവിടെ വന്നപ്പോ കറണ്ടും ഇല്ല. ആരാ മോനെ? എന്നാലും എന്റെ മോളെ ഇതല്പം കടന്ന കൈയായി പോയി. ഒട്ടും കടന്നിട്ടില്ല അച്ഛാ. ഞാൻ ഈ ചെയ്തതാണ് പാകത്തിനുള്ള ചെയ്ത്ത്. പാവം എന്റെ ശ്രീ, അവളും അവിടെ കറണ്ടില്ലാതെ ബുദ്ധിമുട്ടായിരിക്കും. രാജുവിന്റെ വീട്ടിൽ കറണ്ട് ഇല്ലാത്തോണ്ട് ഇനി ഈ വീട്ടിലൊരു മഹാപ്രളയം വേണ്ട. ദാ ഫ്യൂസ് കൊണ്ടുപോയി കൊടുക്ക്. ആ, അങ്ങനെ വഴിക്ക് വാ രുക്മിണി തമ്പുരാട്ടി. തൃപ്തിയായോ നിനക്ക്? ഇല്ല. ആ, ഇനി എന്താ എന്റെ മോക്ക് വേണ്ടത്? പറയാം. എല്ലാരോടുമായി ഞാൻ അവസാനായിട്ട് പറയാം. കറണ്ട് ബില്ല് അടച്ചില്ല, വാട്ടർ ബില്ല് അടച്ചില്ല എന്നൊക്കെ പറഞ്ഞ് രാജുവിനെയോ രാജുവിന്റെ വീട്ടുകാരെയോ ബുദ്ധിമുട്ടിച്ച അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. ഇത് ഈ രമ്യയുടെ ലാസ്റ്റ് വാണിംഗാ. മനസ്സിലായോ? മനസ്സിലായേ? ആ. ശ്രീ, പ്രിയേ, ഒന്ന് വേഗം വന്നേ. അയ്യോ, ഇതാരാ വന്നിരിക്കുന്ന നോക്കി. വാ വാ. ഋതു, നീ എന്താ ഇവിടെ? ഞാൻ വീട്ടിൽ ആദ്യമായിട്ട് വരുന്ന ഋതിക മേഡത്തെ മുറ്റത്ത് നിർത്തിയാണോ സംസാരിക്കുന്നത്? അയ്യോ, വെപ്രാളത്തിലേ ഞാനതങ്ങ് മറന്നു. മാഡം വാ, അകത്തേക്ക് ഇരിക്കാം. വരും മാഡം, അതേ പോ. മാറ് മാറ്, വാ വാ മാഡം. ഋതിക മാഡം കാലെടുത്ത് വീടിനകത്ത് വെച്ചപ്പോഴേക്കും കറണ്ട് വന്നത് കണ്ടോ? ശരിയാ. ഇതിനാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. വാ മാഡം, വാ. വാ. ഇരിക്കും മാഡം. അയ്യോ, നിങ്ങൾ ആഹാരം കഴിക്കാനിരിക്കുന്ന സമയത്താണോ ഞാൻ കയറി വന്നത്? അത് സാരില്ല. സോറി കേട്ടോ, ഐ എം റിയലി സോറി. ഓ, അതാണോ വലിയ കാര്യം? മാഡം ഞങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് വരുന്നത് തന്നെയാണ് വലിയ കാര്യം. അയ്യോ, അമ്മ എന്നിങ്ങനെ മാഡം മാഡം ഒന്ന് വിളിക്കല്ലേ. എന്നെ ഋതിക എന്ന് വിളിച്ചാ മതി. അയ്യോ, അതെങ്ങനെയാണ് ഋതിക മാഡം? രാജുമോൻ എപ്പോഴും ഋതിക മാഡം എന്ന് പറഞ്ഞ് എനിക്ക് വായിൽ അതേ വരും. രാജുവിന്റെ അച്ഛനെ കണ്ടില്ലല്ലോ. അച്ഛൻ ഇവിടെ ഇല്ല. ഇവിടെ അടുത്തുള്ള ഒരു ഡോക്ടറിന്റെ കാറുമായിട്ട് അച്ഛൻ ബാംഗ്ലൂർക്ക് പോയിരിക്കുക. ശരിക്കും രാജുവിന്റെ അച്ഛനെ അമ്മയും കണ്ട് ക്ഷമ ചോദിക്കാനും കൂടിയാ ഞാൻ വന്നത്. സാനിയുടെ വിവാഹത്തിന് ദീപക് നിങ്ങളോട് ചെയ്തത് വളരെ മോശമായി പോയെന്ന് എനിക്കറിയാം. അമ്മ എന്നോട് ക്ഷമിക്കണം. ദീപകിന്റെ സ്ഥാനത്ത് നിന്ന് അമ്മയോട് ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. അയ്യോ, എന്താ മോളെ ഇത്? അങ്ങനെ വലിയ വാക്കുകളൊന്നും പറയരുത്. അയ്യോ, ശോ, ഞാനറിയാതെ ഋതിക മാഡത്തിനെ മോളെ എന്ന് വിളിച്ചു. അമ്മ എന്നെ മോളെ എന്ന് വിളിച്ചാ മതി. ഞാനും അമ്മയുടെ മകളെ പോലെയാ.
അത്രയൊക്കെ നടന്നിട്ടും രാജുവിനെ വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് ജോലിക്ക് അയച്ചതിന് ഒരുപാട് നന്ദിയുണ്ടമ്മേ. എനിക്ക് രാജുവിനോട് പേഴ്സണലായി ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെന്താ, നിങ്ങൾ പോയി സംസാരിക്കും മോളെ. ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എന്ന് ഞങ്ങളും കൂടെ ഒരു മേഡം. നീ എന്തടി കാണിക്കുന്നേ? ചിക്കൻ കറി എടുക്കുന്നു, കണ്ണ് കാണാൻ മേലെ. നീ ചിക്കൻ കറി എടുക്കാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ആർക്കാ എന്തിനാന്നാ ചോദിച്ചത്? ഇതേ രാജുവിന്. കൊണ്ടുപോകുന്നത് രാജുവിന്റെ വീട്ടിലേക്ക്. എന്താ, എന്തേലും കുഴപ്പമുണ്ടോ? നിനക്ക് എന്താ പെണ്ണെ, ഭ്രാന്താണോ? അവർക്ക് കഴിക്കാനുള്ള ആഹാരവും ഇനി മുതൽ ഈ വീട്ടിൽ നിന്ന് നീ സപ്ലൈ ചെയ്യോ? ആ, വേണ്ടി വന്ന ചെയ്യും. രാജുവിനെ ഇപ്പോ നല്ല പ്രോട്ടീന്റെ ആവശ്യമുള്ളതാ. അവരുടെ വീട്ടില് സാമ്പാറും തോരനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തിരി ചിക്കൻ കറി കൊണ്ടുപോയി കൊടുക്കാന്ന് വിചാരിച്ചു. ഇത്തിരി ചിക്കൻ കറിയോ? ഇത് കറി വെച്ച ചിക്കൻ കറി മൊത്തം നീ എടുത്തല്ലോ. ഇനി ഞാൻ എന്ത് കൂട്ടി കഴിക്കും? അമ്മ ഇന്ന് ഇത്തിരി അച്ചാറ് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യും. എന്റെ ദൈവമേ, ഇവിടെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. പാവങ്ങളല്ലേ അമ്മ, അവരിത്തിരി ചിക്കൻ കറി കൂട്ടി കഴിക്കട്ടെന്നേ. എണീറ്റ് പോടാ. നീ വേറെ നിറച്ച് കഴിച്ചല്ലോ. അച്ചാറെങ്കിൽ അച്ചാറ്. രാജുവിനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ എന്ത് കളി ഈ ദീപക് കളിക്കും. നീ കണ്ടോ? ഇത് പറയാനാണോ മേഡം ഇത്രയും റിസ്ക് എടുത്ത് ഈ രാത്രിയിൽ ഇവിടെ വന്നത്? ദീപകിനെ അത്ര നിസ്സാരക്കാരനായിട്ട് കാണരുത് രാജു. അവൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ വിഷമാണ്. അവന്റെ മനസ്സിലിരിപ്പുകളും പ്രവൃത്തികളും എല്ലാം വളരെ ഡേഞ്ചറസാ. അംബിക അമ്മായിയുടെ സപ്പോർട്ടും അവനുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അച്ഛന്റെ ഇടവും വലവും രാജു എപ്പോഴും ഉണ്ടാവണം. രാജുവിനെ വീട്ടിൽ നിന്നും പുറത്താക്കി അച്ഛനെ വഞ്ചിച്ച് എന്തോ നേടാനാ അവരുടെ ഉദ്ദേശമെന്ന് എനിക്ക് തോന്നുന്നു. രാജു അച്ഛനോടൊപ്പം ഉണ്ടെങ്കിലേ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കൂ. ഇനി മുതൽ രാജു വളരെ കെയർഫുൾ ആയിരിക്കണം. അതെനിക്ക് മനസ്സിലായി ഋതിക മേഡം. കള്ളക്കണക്കുണ്ടാക്കി എന്ന വ്യാജേന എന്നെ ഒരു ഫ്രോഡായി ചിത്രീകരിക്കാനുള്ള ശ്രമം എന്നെയും വർമ്മ സാറിനെയും തമ്മിൽ തെറ്റിക്കാനുള്ളതായിരുന്നു. പക്ഷേ വർമ്മ സാർ അതൊന്നും വിശ്വസിച്ചില്ലല്ലോ. മാഡം അതൊന്നും ഓർത്ത് വെറിയിടാവണ്ട. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. എന്തായാലും എനിക്കൊരു ഇൻഫർമേഷൻ തരാം. ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വരാൻ മനസ്സ് കാണിച്ചല്ലോ. ഋതിക മാഡത്തിന്റെ വലിയ മനസ്സിന് ഒരുപാട് നന്ദിയുണ്ട്. അല്ല മാഡം, വീട്ടിലും മാഡം ഇല്ലെന്ന് വർമ്മ സാർ എങ്ങാനും അറിഞ്ഞാ പിന്നെ സാറിന് വലിയ ദേഷ്യവും. അതുകൊണ്ട് മാഡം വേഗം പോകാൻ നോക്ക്. ഐഷു, ആ എന്നാ നിങ്ങൾ അത്താഴം കഴിക്കുമേ. ഞാൻ ഋതിക മാഡത്തിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. അയ്യോ, അതെങ്ങനെ ശരിയാവും? വിളമ്പി വെച്ച ആഹാരത്തിന്റെ മുന്നിലേക്ക് ഒരതിഥി വന്ന് കേറുമ്പോ കൈ നനയ്ക്കാതെ അവരെ പറഞ്ഞു വിടുന്നത് മര്യാദയാണോ രാജു? അതിഥി ദേവോ ഭവ എന്നല്ലേ? അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഋതിക മേഡം ക്ഷമിക്കണം, വിവരമില്ലാതെ ഓരോന്ന് പറയുന്നതാ. എന്താ അമ്മ ഇത്? ഇവരൊക്കെ സ്വർണ്ണ തളികയിൽ ആഹാരം കഴിക്കുന്നവരാ.
നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇവര് കഴിക്കൂ? രാജു, നീ ഋതിക മേഡത്തിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വാ. രാധമ്മ വിഷമിക്കണ്ട. സ്വന്തത്തളികയിൽ മാത്രമേ ഞാൻ ആഹാരം കഴിക്കൂന്നൊന്നുമില്ല. ഇവിടെ നിന്ന് രാധമ്മ ഉണ്ടാക്കിയ ആഹാരം കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്നാ മോള് വാ വാ, അമ്മ ആഹാരം തരാം. മാറങ്ങോട്ട്. വാ വാ, ഇരിക്ക്. ഋതിക മാഡത്തിന് ഇവിടുത്തെ ഫുഡ് ഇഷ്ടാവുന്നൊന്നും എനിക്ക് ഉറപ്പുവരാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പുവരാം, അമ്മ ഉണ്ടാക്കുന്ന ആഹാരം അമൃത് പോലെ സ്വാദുള്ളതാണ്. വെറുതെ കൈ കഴുകിട്ട് വരാം. രാധമ്മേ. ആ രമ്യ മോളോ, എന്താ മോളെ കയ്യില്? അമ്മ കുറച്ച് ചിക്കൻ കറി തന്നു വിട്ടത്. ആ ആണോ? അതുകൊള്ളല്ലോ. ഇങ്ങനെ ഞാനൊന്ന് നോക്കട്ടെ. രാജുവിന് എന്താ ഇന്നൊരു പ്രത്യേകത? രാജു ഇന്ന് ഭയങ്കര സന്തോഷത്തിലാന്ന് തോന്നുന്നു. ആഹാ, നല്ല മണം. അതെ ഋതിക മാഡം, നല്ല നാടൻ ചിക്കൻ കറി. വേഗം വാ, ചൂടോടെ കഴിക്കാം. ദേമേ, ഇതും കൂടി ഒന്ന് വിളമ്പേക്കണേ. അവിടെ വെക്ക്. ഇവളെന്താ ഇവിടെ? ഇവക്കെന്താ രാജുവിന്റെ വീട്ടിൽ കാര്യം? ഞാൻ കൊണ്ടുവന്ന ചിക്കൻ കറി ഇനി ഇവിടെ തീറ്റിക്കേണ്ടി വരൂ? ഋതിക, ഇത് രമ്യ, ഞങ്ങളുടെ ഹൗസ് ഓണറിന്റെ മകളാ. നീ രമ്യയെ സാനിയുടെ വിവാഹത്തിൽ കണ്ടിരിക്കുമല്ലോ അല്ലേ? ആ മതി മതി, എല്ലാവരും ഇരിക്കെ. മോൾക്ക് വീട്ടിൽ പോകാനുള്ളതാ. ഇരിക്കെ. നീ ഇരിക്കെ മോളെ, ഇരിക്കെ. എന്നാലും എന്നോട് ഈ ചതി വേണമായിരുന്നു. അല്ല, രാധമ്മ എന്താ ഇരിക്കാത്തത്? അത് പിന്നെ എല്ലാവരും കഴിച്ചതിന് ശേഷം ഞാൻ കഴിച്ചോളാം മോളെ. മക്കള് കഴിക്കേ. അമ്മയ്ക്കും കൂടി കഴിക്കാനുള്ള ഭക്ഷണം ഇല്ലാന്ന് തോന്നുന്നു. മോനെ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാമ്മേ? അമ്മയ്ക്ക് സ്നേഹത്തോടെ ഈ രാജമോന്റെ കയ്യിൽ നിന്നും ഒരു ഉരുള ചോറ്. കൂടുതൽ സ്നേഹത്തോടെ ശ്രീലക്ഷ്മിയുടെ കയ്യിൽ നിന്നും അമ്മയ്ക്കൊരു വാ ചോറ്. ഒന്ന് കഴിച്ചേ. ഇനി ഇതിനും കൂടി ഒരു വായ. മതി മതി, നീ കഴിക്കേ. ഇതും കൂടി മതി മോളെ. ഒരു വായ കൂടി, ഒരു വായ കൂടി. ആ കഴിച്ചേ. എന്താ മോളെ നീ ഇങ്ങനെ നോക്കുന്നത്? അല്ല രാധമ്മേ, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഏറ്റവും വലിയ സമ്പന്നതയിൽ ജീവിക്കുന്നു എന്നുള്ളതിലല്ല,
ചുറ്റുപാടും സ്നേഹമുള്ളവരുടെ ഇടയിൽ ജീവിക്കുന്നതാ ഭാഗ്യം. അതാണ് പുണ്യം. എന്റെ വീട്ടില് എല്ലാം ഉണ്ട്. പക്ഷെ എന്റെ വീട്ടില് ശരിക്കും എന്താണ് ഇല്ലാത്തതെന്ന് ഇന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അയ്യോ മോളെ, ചോദിക്കാൻ മറന്നുപോയി. മോള് കഴിച്ചായിരുന്നോ? ഭാഗ്യം, ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. ഞാൻ കഴിച്ചതാ. ആ അയ്യോ മോളെ, ഞാനേ കുടിക്കാൻ വെള്ളം എടുക്കാൻ മറന്നുപോയി. എന്റെ പൊന്നു മോളല്ലേ, അടുക്കളന്നേ ഇത്തിരി വെള്ളം എടുത്തോണ്ട് വരുവോ? ഇനി അതായിട്ട് എന്തിനാ കുറയ്ക്കുന്നേ? കൊടുക്ക. ഏയ് വേണ്ട രാജു, മതി. കഴിക്കും മാഡം. അയ്യോ മോളെ, രമ്യ വേഗം വെള്ളം കൊണ്ടുവാ. ലക്ഷ്മി ഗ്ലാസ് എടുക്ക. ഇതാ ഇത് കുടിക്ക് കുടിക്ക്.